കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ ഒരേപോലെ ഉണർത്തിയ വലിയൊരു പ്രഖ്യാപനത്തിനാണ് സംസ്ഥാന നിയമസഭ സാക്ഷ്യം വഹിച്ചത്. UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിന്റെ പൊതുജനാരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ കവചമായി മാറാൻ പോവുകയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ ജനപ്രിയ പ്രഖ്യാപനമാണിത്. തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ ഏറ്റവും നെഞ്ചിലേറ്റിയ ഒരു പദ്ധതിയാണിത്. പ്രഖ്യാപന പ്രകാരം സംസ്ഥാനത്തെ ഒരു കുടുംബത്തിന് പ്രതിവർഷം 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ആനുകൂല്യമാണ് ഈ ഇൻഷുറൻസ് വഴി ലഭ്യമാവുക. കേരളത്തിലെ സാധാരണക്കാരായ രോഗികളുടെ കണ്ണീരൊപ്പാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഭാവനം ചെയ്ത കാരുണ്യ പദ്ധതിയുടെ ഒരു ആധുനിക ഡിജിറ്റൽ പതിപ്പായാണ് പ്രതിരോധ വിദഗ്ധരും ആരോഗ്യ പ്രവർത്തകരും ഇതിനെ കാണുന്നത്. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന മാരക രോഗങ്ങൾ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കുന്ന ഇന്നത്തെ കാലത്ത് സാധാരണക്കാരനും മധ്യവർഗത്തിനും പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടില്ല എന്ന വലിയൊരു ജീവൻ രക്ഷ ഉറപ്പാണ് ഈ പദ്ധതിയിലൂടെ പുതിയ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്. കേരളത്തിൽ സൗജന്യ ചികിത്സാ സഹായ പദ്ധതികൾക്ക് പുതിയൊരു മുഖം നൽകിയ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ കാരുണ്യ ബെനവലറ്റ് ഫണ്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് നിർധന രോഗികൾക്കാണ് തുണയായത്. ലോട്ടറി വിൽപ്പനയിൽ നിന്നുള്ള ലാഭവിഹിതം ഉപയോഗിച്ച് മാരക രോഗങ്ങൾ ബാധിച്ചവർക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതായിരുന്നു കാരുണ്യയുടെ രീതി. സെക്രട്ടേറിയറ്റിന്റെ പടവുകൾ കയറി വന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവ് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് തത്സമയം ചികിത്സാ സഹായങ്ങൾ അനുവദിച്ച ചരിത്രം കേരളത്തിനുണ്ട്. ആ കാരുണ്യ സ്മരണകളെ വീണ്ടും ജനമനസ്സുകളിൽ ഉണർത്തിക്കൊണ്ടാണ് UDF പുതിയൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചത്. കാരുണ്യ പദ്ധതി കേവലം ഒരു പരിമിതമായ ധനസഹായ ഫണ്ടായിരുന്നുവെങ്കിൽ പുതിയ പദ്ധതി ഒരു ആധുനിക ഇൻഷുറൻസ് ശൃംഖലയായി വികസിപ്പിക്കാനാണ് VD സതീശൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വോട്ടർമാർക്കിടയിൽ ഈ പദ്ധതി വലിയ ചർച്ചയായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ UDFന് നൽകിയ വലിയ പിന്തുണയ്ക്ക് പിന്നിൽ ഈ ഒരു പ്രഖ്യാപനത്തിലുള്ള സ്വാധീനം ചെറുതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണക്കാരെയും മധ്യവർഗ കുടുംബങ്ങളെയും ഒരേപോലെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് സ്വകാര്യ ആശുപത്രികളിലെ ഭീമമായ ചികിത്സാ ചെലവുകൾ. കേരളത്തിലെ ആരോഗ്യ പരിപാലന രംഗം ലോക നിലവാരത്തിലുള്ളതാണെങ്കിലും അത്യാധുനിക ചികിത്സകൾ പലതും സാധാരണക്കാരന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. അപ്രതീക്ഷിതമായ ഒരു കുടുംബത്തിലെ അംഗത്തിൽ കടന്നു വരുന്ന ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ വാഹന അപകടം എന്നിവ മതിയാകും ആ കുടുംബത്തെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കാൻ. വീടും പുരയിടവും പണയം വെച്ചും സ്വർണം വിറ്റും മാരക രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ചികിത്സ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അവർ വലിയൊരു കടക്കെണിയിലായി മാറുന്നു. നിലവിൽ സംസ്ഥാനത്ത് RSBY, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി തുടങ്ങിയ വിവിധ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഉണ്ടെന്നതും ശരിയാണ്. എന്നാൽ ഇവ നൽകുന്ന കവറേജ് തുക സങ്കീർണമായ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്കോ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ക്യാൻസർ, കീമോതെറാപ്പികൾക്കോ ICU വാസത്തിനോ പൂർണ്ണമായും പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. 5 ലക്ഷം രൂപ എന്ന പരിധി കഴിഞ്ഞാൽ രോഗി വീണ്ടും സ്വന്തം കയ്യിൽ നിന്ന് പണം കണ്ടെത്തേണ്ടി വരുന്നു. ഈ ഒരു വലിയ പോരായ്മയും സാമൂഹിക പ്രതിസന്ധിയും കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതിവർഷം 25 ലക്ഷം രൂപ എന്ന വലിയ തുകയുടെ കവറേജുമായി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേവലം ഒരു ചെറിയ സഹായ പദ്ധതി മാത്രമല്ല, മറിച്ച് ഒരു സമഗ്ര ഹെൽത്ത് കെയർ നെറ്റ്വർക്കാണ് സർക്കാർ ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. കേരളത്തിലെ മികച്ച ചികിത്സാ സൗകര്യങ്ങളിൽ ഭൂരിഭാഗം സ്വകാര്യ മേഖലയിലാണുള്ളത്. പുതിയ പദ്ധതിയുടെ കീഴിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ ആശുപത്രികളെയും എംപാനൽ ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ സാധാരണക്കാരന് വലിയ തുക ചെലവില്ലാതെ തന്നെ അത്യാധുനിക സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത മാരക രോഗങ്ങളെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നതാണ്. ക്യാൻസർ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ, റോബോട്ടിക് സർജറികൾ, ഹൃദയ ശസ്ത്രക്രിയകൾ, വിപുലമായ ICU സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ ഒറ്റ ഇൻഷുറൻസ് കാർഡിന്റെ കീഴിൽ ലഭ്യമാകും. രോഗി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുമ്പോൾ കയ്യിൽ നിന്നും 1 രൂപ പോലും മുൻകൂറായി നൽകാതെ ഇൻഷുറൻസ് കാർഡ് കാണിച്ച ചികിത്സ ലഭ്യമാക്കുന്ന ക്യാഷ്ലെസ് സംവിധാനമായിരിക്കും ഇത്. ഇത് ചികിത്സ തേടുന്ന പ്രക്രിയയെ കൂടുതൽ ലളിതമാക്കും. പ്രഖ്യാപനം ജനപ്രിയവും സ്വാഗതാർഹവുമാണെങ്കിലും ഇത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പദ്ധതിയുടെ പേരും തുകയും വ്യക്തമാക്കിയെങ്കിലും ഇതെങ്ങനെ നടപ്പിലാക്കുമെന്നതിന്റെ കൃത്യമായൊരു രൂപരേഖ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് സർക്കാർ കോടിക്കണക്കിന് രൂപ വാർഷിക പ്രീമിയം ഇനത്തിൽ കൃത്യമായി അടയ്ക്കേണ്ടതുണ്ട്. കേരളം നിലവിൽ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇത്രയും വലിയൊരു തുക ബഡ്ജറ്റിൽ നിന്നും എങ്ങനെ കണ്ടെത്തുമെന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ്.
തിരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് ഈ പദ്ധതി സാമ്പത്തിക ഭേദമന്യേ എല്ലാവർക്കും ലഭ്യമാകുമോ, അതോ ദരിദ്ര മധ്യവർഗ കുടുംബങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമോ എന്നതിൽ വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തത വരൂ. എല്ലാവരെയും ഉൾപ്പെടുത്തിയാൽ ബാധ്യത ഇരട്ടിയാകും. എന്നാൽ ആളുകളെ ഒഴിവാക്കിയാൽ അത് രാഷ്ട്രീയമായ എതിർപ്പുകൾക്കും കാരണമാകാം. നിലവിലുള്ള കേന്ദ്ര സംസ്ഥാന ഇൻഷുറൻസ് പദ്ധതികളായ കാരുണ്യ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയവയെ പുതിയ ഉമ്മൻചാണ്ടി പദ്ധതിയുമായി എങ്ങനെ സംയോജിപ്പിക്കും എന്നതും പ്രധാനമാണ്. നിലവിലുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായി പരിഷ്കരിച്ചുകൊണ്ട് ഒറ്റ അംബ്രലയ്ക്ക് കീഴിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഭരണപരമായ ചെലവുകൾ കുറയ്ക്കാൻ കഴിയൂ. എല്ലാ സാമ്പത്തിക വെല്ലുവിളികൾക്കപ്പുറം ഈ പദ്ധതി ജനങ്ങൾക്ക് നൽകുന്ന മാനസികമായ ആത്മവിശ്വാസം വളരെ വലുതാണ്. പണമില്ലാത്തതിന്റെ പേരിൽ തന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ചികിത്സ ലഭിക്കാതെ വരില്ല എന്ന ഉറപ്പ് ഒരു ജനഹിത ഭരണകൂടത്തിന് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷയാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളാണ്. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം എന്നിവയിൽ തുടങ്ങി ക്യാൻസർ വരെയുള്ള രോഗങ്ങളുടെ നിരക്ക് കേരളത്തിൽ കൂടുതലാണ്. ഇത്തരം സാഹചര്യത്തിൽ 25 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് സാധാരണക്കാരന് ഒരു പുതിയ ജീവിതമാണ് സമ്മാനിക്കുക. ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി എന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ അത് ഇന്ത്യൻ ആരോഗ്യ രംഗത്ത് തന്നെ കേരളം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു മികച്ച മാതൃകയായി മാറും.